ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. ഇന്ന് ഏപ്രിൽ 6 കേട്ടോ. എന്താ പറയുക, കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തിരുന്ന ആ ദിവസം അടുത്തുനിന്ന് വേണം പറയാൻ കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് നൈറയുടെ പുതിയ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണം. ഒരുപാട് നാളായിട്ട് ഏപ്രിൽ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ ഇരുന്നിരുന്ന ആ ഒരു മാസം അടുത്തിരിക്കുകയാണ് കേട്ടോ. അടുത്തിരിക്കാനതാ ഇന്നാണ് നടന്നത്. ഇന്ന് തന്നെയാണ് ഞാൻ വ്ളോഗ് എടുത്തതും ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാമെന്നും വിചാരിച്ചു. ഇതൊരു വ്ളോഗാക്കി എടുക്കാൻ കാരണം അവളെ കുറച്ചുകൂടി വലുതായി. അവളിങ്ങനെ കാണുമ്പോൾ അവൾക്ക് എത്രയും ഇതൊരു മെമ്മറബിളായിട്ട് കിടക്കുമല്ലോ അല്ലേ അവിടെ. ഇതിന് മുന്നേയുള്ള സ്കൂളിൽ പോയതൊക്കെ ഞാനിതുപോലെ ചെറിയ രീതിയിലൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അങ്ങനെ ഒരു ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ രാവിലെ നേരത്തെ എണീറ്റ് എൻ്റെ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിൽ പോയിട്ടോ. ഇനി ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ രാവിലത്തെ ആ ചായയാണ് എൻ്റെ എല്ലാം. അത് ഇത്ര നല്ല ഹാബിറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അത് സ്കിപ്പ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ല കാര്യം. പക്ഷേ എന്നെ സംബന്ധിച്ച് അതൊരു ഹാബിറ്റായി മാറിയുകൊണ്ട് കുറേ സമയം എടുക്കും അതൊന്ന് മെല്ലെ മെല്ലെ മാറ്റിക്കൊണ്ടുവരാൻ. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ ഒരു ദിവസം എനിക്ക് ഈ ഒരു എനർജി ആവശ്യമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചായയിൽ തന്നെ എന്നത്തെയും പോലെ തുടങ്ങുകയായി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു മിക്സ്ഡ് ഇമോഷൻസിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. സന്തോഷം, സങ്കടം, ടെൻഷൻ, എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിൽ കിടന്ന് പുകയുന്നതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. കാരണം കനിമോള് പുതിയൊരു സ്കൂളിലേക്കാണ് പോകുന്നത്. അവളുടെ ടൈമിങ്ങിൽ ചേഞ്ചസ് വന്നു. അവളുടെ എന്താ പറയുക, മൊത്തം ഒരു ഇതിൽ തന്നെ ചേഞ്ചസ് എല്ലാം വരികയാണ്. പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അവൾക്ക് യൂണിഫോം, അവളുടെ ഹെയർ സ്റ്റൈൽ കാര്യങ്ങൾ, അവളുടെ എല്ലാത്തിലും ID കാർഡ്, അവൾ ആ പോകുന്ന എല്ലാ കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ഞാൻ പഠിച്ചെടുത്ത് വന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് അവൾ എത്തിത്തുടങ്ങിയപ്പോൾ എന്ന് വേണം പറയാൻ. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ LKG UKG എന്നുള്ള പോലെയല്ല, ഇനി ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കയറുമ്പോൾ ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനും ഉണ്ട്. ഇനി അവളുടെ ഒരു എന്താ പറയുക, ഒരു അക്കാദമിക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ശരിക്കും പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ. കാരണം LKG UKG അവൾക്ക് ഇവിടെ വേറെ 3 സബ്ജക്ട്സ് മാത്രമായിരുന്നു പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10th പഠിച്ചിരുന്ന സബ്ജക്റ്റൊക്കെ അവൾ ഇപ്പം തന്നെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബുക്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ടെൻഷൻ കുറേ ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ പല റീസൺസും വരുമ്പോൾ ആ ടെൻഷൻ കുറച്ചുകൂടി കൂടിയും കുറഞ്ഞും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവസാനം ആ ഒരു ദിവസം എടുത്തു കഴിഞ്ഞപ്പോൾ ടെൻഷൻ വല്ലാതെ അങ്ങ് കൂടി. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നു കേട്ടോ. അതിന് വർത്താനം പറഞ്ഞ് എൻ്റെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ചായ കൂടി പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കനിമോളുടെ സ്നാക്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കൽ പരിപാടിയിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതെ 2 സ്നാക്സ് ബ്രേക്കാണുള്ളത്. അപ്പോൾ പിന്നെ അതിലേക്കുള്ള പാത്രമൊക്കെ കഴുകി അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ച ശേഷം അടുത്തുള്ള പരിപാടി അതിലേക്കുള്ള സാധനങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. കനിമോൾക്ക് 2 ബ്രേക്ക് ടൈമാണ് തന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ബ്രേക്ക് ടൈമിലേക്ക് വേണ്ടി ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പച്ചരി ദോശ അല്ലെങ്കിൽ നീർദോശ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. അത് കനിമോൾക്കും എനിക്കൊക്കെ ഇവിടെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഇവൾ ഈ പറഞ്ഞിരിക്കുന്ന ടൈമിൻ്റെ ഉള്ളിൽ ഇത് ഫിനിഷ് ചെയ്യുമോ എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാലും വേറെ വഴിയൊന്നുമില്ല, അവളതൊക്കെ ആയിട്ട് ഓക്കെ ആയിട്ട് വരും എന്നുള്ള വിശ്വാസം പോലെ തന്നെ ഞാനങ്ങ് എന്നെ തന്നെ സമാധാനിപ്പിച്ചു, റെഡി ആവട്ടെ അവിടെ എന്നുള്ളത്. അങ്ങനെ ആ ദോശ ഉണ്ടാക്കൽ പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദോശ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശ ആയ ശേഷം അതിനെ കുഞ്ഞു പീസാക്കിയിട്ട് ഞാനിങ്ങനെ അവളുടെ ഫസ്റ്റത്തെ സ്നാക്സ് ബോക്സിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് സ്നാക്സ് ബോക്സ് റെഡിയായി. ഇനി അടുത്ത പരിപാടി സെക്കൻഡ് സ്നാക്സ് ബോക്സ് റെഡിയാക്കുക എന്നുള്ളതാണ്. അത് വെറും 10 മിനിറ്റിൻ്റെ ബ്രേക്ക് ടൈമാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വല്ല ഫ്രൂട്ട്സോ അതുപോലെ തന്നെ നട്ട്സോ ചൂസ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട പിങ്ക് പേരയ്ക്കന്നെ മുറിച്ച് അതും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് കൊടുത്തിട്ട് സെക്കൻഡ് സ്നാക്സ് ബോക്സും ഇവിടെ ഫില്ല് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്നാക്കും സെറ്റായിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് സ്നാക്കും സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത പരിപാടി വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറയ്ക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അതൊക്കെ ചെയ്ത് നമ്മൾ ടേബിൾ ക്ലോത്തും വെച്ച് കൊടുത്ത് എല്ലാം പക്കയാക്കിയിട്ടുണ്ടായിരുന്നു. 5:30 ആകുമ്പോഴേക്കും ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ പുതിയ ബാഗ് കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ മാം നമുക്ക് എന്തൊക്കെ ബുക്സാണ് നാളെ കൊണ്ടുവരേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും അവർക്ക് ടെക്സ്റ്റും ഫുള്ള് കൊണ്ടുപോകാനുണ്ടായിരുന്നു. അതുപോലെ നോട്ട്സ് കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അതുപ്രകാരം എല്ലാം എടുത്ത് വെച്ച് കൊടുത്ത് സ്റ്റേഷനറി ഐറ്റംസൊക്കെ വെച്ച് കൊടുത്ത് ബാഗ് അങ്ങ് നിറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ
ഞാനൊക്കെ ഒരു 5th സ്റ്റാൻഡേർഡോ 6th സ്റ്റാൻഡേർഡൊക്കെ എത്തുമ്പോഴാണ് ഇത്രയും ബുക്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അടുത്ത ടാസ്ക് കനിമോളുടെ കിറ്റിൽ സ്നാക്സ് ഐറ്റം നിറയ്ക്കുക എന്നുള്ളതായിരുന്നു. ഒരു സ്നാക്സ് ബോക്സ് കിറ്റിലായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പുതിയ കിറ്റ് കേട്ടോ. അങ്ങനെ ബാഗും കിറ്റൊക്കെ റെഡിയായി. ഇനി അടുത്തത് കനിമോൾ റെഡിയാക്കുക എന്നുള്ളതാണ്. ഇതിനിടയിൽ ഞാൻ കനിമോളെ എണീപ്പിച്ചതും ബ്രഷ് ചെയ്യിപ്പിച്ച വീഡിയോയും എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ അത് എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അപ്പത്തെ ആ ഒരു ഫുൾ മനസ്സും വേറൊരു എന്താ പറയുക, കുറച്ച് ഇമോഷണലായ ഒരു സമയമായിരുന്നു. ഞാനിങ്ങനെ പുതിയ സ്കൂളിൻ്റെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് അവളങ്ങനെ ഓക്കെ ആക്കാൻ നോക്കിയതായിരുന്നു. പക്ഷേ ഞാൻ ഓക്കെ ആയില്ല കേട്ടോ ഒട്ടും. ഞാനങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്ക് കരച്ചിൽ വന്നു. സത്യം പറഞ്ഞാൽ അത് വ്ളോഗ് എടുക്കാമെന്നൊന്നും ഞാൻ അപ്പോൾ ആലോചിച്ചിരുന്നില്ല. ആ ഒരു മൊമെൻറ്റിൽ ഞാനും കനിമോളും മാത്രമായിട്ടുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുകയായിരുന്നു. കാരണം അവളുടെ ഒരു സ്റ്റഡീസൊക്കെ ഇനിയാണ് കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അവളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് എന്തോ ഭയങ്കര പെട്ടെന്നൊരു സങ്കടമൊക്കെ വന്നു. ആ ഒരു മൊമെൻറ്റിൽ മാത്രമല്ല, ഞാൻ 2-3 ദിവസമായിട്ട് ഈ ഒരു സങ്കടം ഇങ്ങനെ സൈഷനോട് പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ പിടിച്ച് നിർത്തുകയാണ്. എന്നാൽ അത് പൊട്ടി പുറത്ത് വരാമെന്ന് അറിയില്ല എന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ എന്തോ എനിക്ക് കനിമോളെ അത്രയും നേരത്തെ എണീപ്പിച്ച് അവളിങ്ങനെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ട് അവൾക്ക് തണുത്തിട്ടാട്ടോ അവളിങ്ങനെ പുതപ്പിനോട് ഇങ്ങനെ മൂടിയിരിക്കുന്നത്. അപ്പോൾ ഒക്കെ കൂടിയായപ്പോൾ എനിക്കിങ്ങനെ ആ ഒരു വിങ്ങൽ മൊത്തം അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. പിന്നെ അത് എങ്ങനെയൊക്കെയോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു. അവളെ കരയിപ്പിക്കാൻ വയ്യല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എങ്ങനെയൊക്കെയൊക്കെയോ ഒന്ന് ഓക്കെ ആക്കി എടുത്തു കേട്ടോ. പക്ഷേ ആ ഒരു വിങ്ങൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉള്ളിൽ അവൾ ഓക്കെ ആണോ, കാരണം പുതിയ സ്കൂളാണ്, പുതിയ ടീച്ചേഴ്സാണ്, പുതിയ ഫ്രണ്ട്സാണ്. പക്ഷേ കനിമോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു കേട്ടോ. കനിമോൾക്ക് അങ്ങനത്തെ യാതൊരുവിധ ടെൻഷനോ സങ്കടമോ ഒന്നും ഇല്ലാത്തത്. എനിക്ക് അതും ഭയങ്കര സമാധാനം തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ ഇമോഷൻസ് ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാ അമ്മമാർക്കുള്ള പോലെ തന്നെ മക്കളെ ആലോചിക്കുമ്പോൾ നമുക്ക് എത്രയായാലും നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചാലും അത് ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ അങ്ങ് പൊട്ടിപ്പോവും. അങ്ങനെ ഒന്ന് പൊട്ടിപ്പോയതായിരുന്നു. പക്ഷേ അതേ സമയം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം അവൾ ഇതേ കാര്യം തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അവൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇനി പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് പുതിയ ലോകത്തേക്കാണല്ലോ പോകണമെന്ന് ആലോചിക്കുമ്പോൾ അതേ കാര്യത്തിൽ എനിക്ക് സന്തോഷം തോന്നുന്നതാണ് കേട്ടോ. അങ്ങനെ അതേ ഞങ്ങൾ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, സെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ മുടി കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം ചാടിക്കൊണ്ടേ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. എനിക്കെന്തോ എത്രയായിട്ട് ആ ഒരു സങ്കടം അങ്ങ് തീരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയൊക്കെയോ ചട്ടപ്പെട്ടേന്ന് പറഞ്ഞ് ഞാൻ സ്പീഡാക്കി ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ കൊണ്ട് മാറ്റിയെടുത്ത് അവൾക്ക് ഇതിനിടയിലൊക്കെ ഞാൻ ചോക്കോസ് കൊടുക്കുന്നുണ്ടായിരുന്നു. കാരണം ബ്രേക്ക് ടൈം വരുന്നത് ഒരു 9:10 അപ്പോൾ അത്രയും സമയം അവൾ വിശന്നിരിക്കണ്ടേ, അത് ആലോചിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അത് കാരണം ഞാൻ വേഗം കുറച്ച് ചോക്കോസ് കഴിച്ച് കഴിഞ്ഞാൽ അവൾക്ക് അത്രയും ഒരു എന്താ പറയുക എനർജി ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഡാഡി വന്ന് അവൾക്ക് പെർഫ്യൂമൊക്കെ അടിച്ചു കൊടുത്ത് ആളെ റെഡിയാക്കി ഞങ്ങൾ എല്ലാം ആയി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു നമ്മൾ 6:20 6:25 ആകുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ദൈവത്തേക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് വന്നു കേട്ടോ, ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്താനായിരുന്നു. അപ്പോൾ വേഗം ചെരുപ്പൊക്കെ സെറ്റായി അമ്മമ്മേൻ്റെ അടുത്തും പപ്പേൻ്റെ അടുത്തൊക്കെ ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടി കേട്ടോ താഴേക്ക് പോയിരുന്നത്. എല്ലാവരുടെ ഉള്ളിലും ഇത്ര നേരത്തെ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമായിട്ടോ ഉണ്ടായിരുന്നത്. പക്ഷേ കനിമോള് കണ്ടില്ലേ, ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അത് കണ്ടപ്പോഴാണ് കുറച്ചിങ്ങനെ മനസ്സിനൊരു സന്തോഷം വല്ലാതെ അങ്ങ് തോന്നിയിരുന്നത്. പിന്നെ അതേ ഞാനവിടെ ഇരുന്ന് അവളുടെ ബാഗിൽ 1-2 കാര്യങ്ങളും കൂടി അങ്ങ് റെഡിയാക്കി കൊടുക്കുമായിരുന്നു. അവളുടെ പാകത്തിന് അങ്ങ് പിടിക്കാനാവുമ്പോൾ കുറച്ച് ഈസി ആവുമല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി അത് കഴിഞ്ഞ് കനിമോളുടെ ഭയങ്കര ഹഗയിലും ഉമ്മതരിലും ടാറ്റാ ബൈ ബൈ പറയലൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഒന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ താഴെ ചെന്ന് നോക്കിയപ്പോൾ ബസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം കനിമോളുടെ കൂടെ ഇതേ ബിൽഡിങ്ങിൽ നിന്ന് 2-3 പേര് കൂടിയുണ്ട്. അപ്പം പിന്നെ അവരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും അപ്പോൾ സെറ്റായിട്ടോ, അവരുടെ പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും സെറ്റായിട്ടോ. എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തത് അമ്മയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും, എൻ്റെ അച്ഛനും അമ്മയും അവളുടെ അമ്മമ്മയും പപ്പയും അവരുടെ പ്രസൻസ് ഈ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ബസ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കനിമോള് കയറിയിരുന്നു. ബസ് ടീച്ചറൊക്കെ സെറ്റാക്കി കൊടുത്തിട്ട് അവള് ടാറ്റാ ബൈ ബൈ ഒക്കെ തന്ന് പോവുകയായിട്ടോ. അപ്പോൾ കനിമോളുടെ ആദ്യത്തെ ദിവസത്തെ വ്ളോഗ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു. അടുത്ത നല്ലൊരു വ്ളോഗായിട്ട് കാണുന്നവരേക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.